നൂറ് ശരിക്കും ജപ്പാനീസ് ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ജപ്പാനിൽ ഉള്ള ആൾക്കാർ ഒരു ക്യാൻസറിനെ നോക്കി കാണുന്നതും ഇന്ത്യയിലെ ആൾക്കാർ കാണുന്നതും ഡിഫറെൻ്റ് ആണ്. അവർക്ക് അതിനോടൊരു ഫിയർ ഇല്ല. അത് മൈൻഡ് സെറ്റ് ആണോ അതോ അവർ കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ ഏർലി ഡിറ്റക്ട് ചെയ്യുന്നതുകൊണ്ടും പ്രിവെൻഷനിൽ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ടാണോ? പൂർണ്ണമായിട്ടും ജാപ്പനീസ് ആളുകൾ ക്യാൻസറിനെ ഫിയർ ചെയ്യുന്നില്ലാന്നോ അല്ലെങ്കിൽ സ്കെയർ ചെയ്യുന്നില്ലാന്നോ എന്നുള്ളതിനേക്കാളും അവിടെ ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ വെൽ ഓർഗനൈസ്ഡ് സിസ്റ്റം അവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു പ്രിവെൻഷൻ ഒരു കോംപ്രിഹെൻസീവ് ഹെൽത്ത് സ്ക്രീനിങ് പ്രോഗ്രാം അതിൻ്റെ ബേസിൽ അവരുടെ ആക്ഷൻസ് അവർ അതിൻ്റെ ബേസിലാണ് എടുക്കുന്നത്. ഈ ഏർലി സ്റ്റേജ് ഡിറ്റക്ഷൻ അതുകൊണ്ട് തന്നെ വളരെയധികം കൂടുതലാണ്. എന്തുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ സ്റ്റോറീസ് ആർ സ്കെയറി എന്നുള്ളതിന് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ അറിയുന്ന സ്റ്റോറീസ് അബൌട്ട് ക്യാൻസർ എല്ലാം സ്കെയറി ആയതുകൊണ്ടാണ്. കാരണം അതിൻ്റെ റീസൺ പിന്നിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് സ്റ്റേജ് ഡയഗ്നോസിസ് ആണ്.